പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്കൈവാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഏകദേശം ഇന്നലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ഇന്നും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാപ്പ് പരിശോധിക്കുമ്പോൾ ഇന്നും 5 ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, വയനാട്, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നേരത്തെ ആരോ ചോദിച്ചില്ലേ കോട്ടയത്തെ മഴയുടെ പ്രശ്നം. ഇന്ന് കോട്ടയത്ത് ഓറഞ്ച് അലേർട്ടാണുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയുള്ള 9 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ തോരാ മഴയാണ്. ഈ മഴ ആസ്വദിക്കുന്നവരും ഏറെ പേരുണ്ട്. പക്ഷെ എന്നെ പോലെ മഴ ഇഷ്ടമില്ലാത്തവരും അതുകൊണ്ട് തന്നെ മഴ ആസ്വദിക്കാൻ ഒട്ടും തന്നെ മൂഡില്ലാത്തവരും കുറേ പേരുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, മഴ ആസ്വദിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് ജാഗ്രത കൂടി വേണം. കാരണം അപകടങ്ങൾ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. പ്രത്യേകിച്ച് കുട്ടികളിന്മേൽ പ്രത്യേകം ശ്രദ്ധ വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ മഴയുടെ കാര്യം ഏകദേശം ക്ലിയർ ആണ്. ഇനി മഴ മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ അല്ലേ. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇന്നുള്ളതെന്ന് നമുക്ക് പരിശോധിക്കണം. അപ്പോൾ ആദ്യം തന്നെ ശക്തമായ കാറ്റിനുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ശക്തമായ കാറ്റെന്ന് പറയുന്നത്. കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തതായി ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശമാണ്. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക. അടുത്തതായി മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല, അല്ലെങ്കിൽ വിലക്കാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്കൈവാച്ച് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും നാളത്തെ കാലാവസ്ഥ വിവരങ്ങളുമായി സ്കൈവാച്ചിൽ കാണാം. ദിനേ.